ഒരു ബാരിക്കേഡിനും ഒരു വെടിയുണ്ടയ്ക്കും ഞങ്ങളെ തടുത്തു നിർത്താൻ കഴിയില്ല. ഈ മാർച്ച് ഇവിടെ നടത്താൻ ഉത്തരവാദി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും ഈ രണ്ട് വ്യക്തികളാണ് ഈ മാർച്ചിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ഇത്തരത്തിലൊരു മാർച്ച് നടത്താനിടയായ സാഹചര്യം ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു കാര്യം ഞങ്ങൾ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു CPM പ്രവർത്തകരുടെ വീടുകളിൽ കയറി CPM പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുത്ത് അവരെ ഉപദ്രവിക്കാനാണ് ഭാവിക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ ബാരിക്കേഡിൽ നിന്നും ഞങ്ങളെ തടുത്തു നിർത്താൻ കഴിയത്തില്ല. ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ആ വെടിയുണ്ടയും ലാത്തിച്ചാർജും ഏൽക്കാൻ തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട ജനങ്ങളുടെ ജീവനാണ് ഞങ്ങൾ. അവർക്ക് മാനമില്ലേ? അവർക്ക് അന്തസ്സില്ലേ? പാവപ്പെട്ട ആളുകളായതുകൊണ്ട് അവരുടെ മെക്കിട്ട് കയറാം എന്നുള്ള ഒരു ധാരണ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടെങ്കിൽ, ബഹുഭൂരിപക്ഷം പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അധിവസിക്കുന്ന സ്ഥലമാണത്. കാട്ടാമ്പള്ളി, കാട്ടാമല, എന്ത് അതിക്രമമാണ് അവിടെ കാണിച്ചത്? അവിടെ വീട്ടിൽ കയറി, അവിടെ അതിക്രമിച്ച് കയറി, അവിടെ ഒരു പെൺകുട്ടി കടന്നു പിടിച്ചു എന്നാണ് പറയുന്നത്. ഇതേത് കാലഘട്ടത്തിൽ അംഗീകരിച്ചു കൊടുക്കും? ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു പ്രവൃത്തി അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇവിടെ പറഞ്ഞല്ലോ, കണ്ണൂരിലെ ഒരു പ്രതിയെ തപ്പി വന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞില്ലേ, ADGP പറഞ്ഞല്ലോ, അവരെ പോലീസ് എത്ര മണിക്ക് കണ്ണൂരിലുണ്ട് തിരിച്ചറിഞ്ഞു, എത്ര മണിക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർ അതിന്റെ വിവരങ്ങൾ കൊടുത്തു, എത്ര മണിക്കാണ് പോലീസ് ഇയാളിനെ ട്രേസ് ചെയ്തത്. എന്നുവെച്ചാൽ അർജുൻ എന്ന് പറഞ്ഞ പ്രതിയെ പോലീസ് ഏതാണ്ട് പിടികൂടുന്നതിന് തൊട്ടു മുമ്പ് ആ പ്രദേശമാകെ പോലീസ് വളഞ്ഞു. ആ പ്രദേശത്തെ പോലീസ് സംവിധാനം മുഴുവൻ അലർട്ടായി. ആ പ്രദേശം മുഴുവൻ വളഞ്ഞതിന് ശേഷമാണ് ഈ തെമ്മാടിത്തരം ഇവിടെ ഇറങ്ങിയേറിയത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവ ബോധപൂർവമാണ്. എന്തോ KL 13 അല്ലേ, അവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന സംഭവം. അടിയന്തരാവസ്ഥയിൽ ഞങ്ങളുടെ ആളുകളെയൊക്കെ ഒറ്റിക്കൊടുത്ത കുറേയേറെ കോൺഗ്രസ് ഉച്ചാളികളുണ്ട്. അവരൊക്കെ ഒറ്റുകൊടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറയുമ്പോൾ CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യും, മർദ്ദിക്കും, അവിടെ ജയിലിലടയ്ക്കും. അതുപോലെ ചില ആളുകൾ മല്ലപ്പള്ളിയിൽ ഉണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അവരാണോ ഇവിടെ ആ പ്രതി ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞത്? അത് വെളിപ്പെടുത്തണം. പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അത് വെളിപ്പെടുത്തണ്ടേ? അവിടെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ഇതിനാണോ പ്രവർത്തിക്കുന്നത്? ഇത്തരത്തിലുള്ള ഗുണ്ടായിസമാണോ നടപ്പാക്കുന്നത്? അവിടെ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ 1-1.5 മണിക്കൂർ മുമ്പ് ഒരു പോലീസ് ജീപ്പ് വന്ന് പോലീസുകാർ വന്ന് അന്വേഷിച്ചു പോയതല്ലേ? ഈ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് വയർലെസ് ഇല്ലേ? ആ വയർലെസ്സിലൂടെ കേൾക്കാമല്ലോ കണ്ണൂരിലെ ഒരുക്കങ്ങൾ. ആ പ്രതിയെ പിടിച്ചോ, പിടിച്ചില്ലയോ, വളഞ്ഞോ, വളഞ്ഞില്ലയോ, ഇതൊക്കെ അറിയാനുള്ള എല്ലാ സംവിധാനവും പോലീസിനുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ നാണം കെട്ടൊരു പോലീസായി എങ്ങനെ പത്തനംതിട്ടയിലെ പോലീസിന് മാറാൻ കഴിഞ്ഞു? എങ്ങനെ കീഴ്വായ്പൂരിലെ പോലീസിന് എങ്ങനെ മാറാൻ കഴിഞ്ഞു? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, അത്തരത്തിൽ പിടിപ്പുകെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ്
ഈ സമരത്തിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പോലീസും ഏറ്റെടുക്കണം. ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ്. സംഹാരതാണ്ഡവമാടാനുള്ള ഏത് പരിശ്രമത്തെയും ഈ മണ്ണിൽ ചെറുക്കും. ഈ മണ്ണിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർഷക സമരം ഒരു ഭരണകൂടത്തെ മുട്ടുകുത്തിച്ചു. നോയിഡ സമരം ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിക്ക് പോലും താണുകയാണ് അപേക്ഷിക്കേണ്ടി വന്നു. ജന്തർ മന്ദിറിലെ സമരം, അവിടെ അണിനിരന്ന 10,000-കണക്കിന് കുട്ടികളുടെ മുമ്പിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മാപ്പിരക്കേണ്ടി വന്നു. അതാണ് നമ്മുടെ രാജ്യം. ഏത് പ്രതിസന്ധികളെയും മറികടക്കും, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതിനുവേണ്ടി അണിനിരക്കുവാനുള്ള ജനാധിപത്യ ബോധം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതവരെ പഠിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. അടിച്ചമർത്തപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ മോചനത്തിനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ടാണ് CPM ഈ രാജ്യത്ത് വളർന്നു വന്നിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട. ഇനിയും CPM-നെ സംരക്ഷിക്കാനും പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാനും CPM എല്ലാ കാലഘട്ടങ്ങളിലും ഏതറ്റം വരെയും പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു സൂചന മാത്രമാണ്. ഈ സൂചന ഇവിടം കൊണ്ട് നിർത്തുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ഞങ്ങൾ നിയമം അനുസരിക്കുന്നവരാണ്, നിയമം ലംഘിക്കാൻ വന്നവരല്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള സംഹാരതാണ്ഡവങ്ങൾ, തോന്നിവാസങ്ങൾ, തെമ്മാടിത്തരങ്ങൾ ആവർത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണെങ്കിൽ ഇതിനപ്പുറത്തെ സമരമുറയിലേക്ക് ഞങ്ങൾ പോകും. അതിന് ഞങ്ങളെ നിർബന്ധിക്കരുത് എന്ന് മാത്രം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.